ഹലോ ഗൈസ്, അപ്പൊ അങ്ങനെ എൻ്റെ വീടും ഞാൻ ഇന്നലെ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീടിന്റെ അവസ്ഥയും അതേപോലെ വീടിന്റെ അവസ്ഥയും പിന്നെ എൻ്റെ മൊബൈലിന്റെ അവസ്ഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്യാമറ പിടിക്കുന്ന എൻ്റെ നാട്ടിലത്തെ ഒരാളാണ്. പിന്നെ എൻ്റെ ഞാൻ ഇന്നലത്തെ കുറേ വീട്ടിന്റെ അവസ്ഥയും കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വീടെന്തായാലും കാണിക്കാൻ വിചാരിച്ചു. ഞാൻ എന്തായാലും വീടെന്തായാലും കാണിക്കണം. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ എന്തായാലും വീട്ടിന്റെ കുറച്ച് വീഡിയോസും പിന്നെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നോക്കുന്നുണ്ട്. കാരണം ഇത്രയും കൊല്ലം അവിടെ നിന്നിട്ട് ഞാൻ അവിടെ എന്തുണ്ടാക്കി എന്നുള്ള ഒരു തെളിവ് വേണമല്ലോ. കാരണം എന്ത് തന്നു, അതായത് എൻ്റെ വീട്ടിന് വേണ്ടിയിട്ടില്ല എന്ത് തന്നു ഒന്ന് എൻ്റെ വീട് കാണിക്കാം. ഇത് സ്വന്തം വീടൊന്നല്ല, ഇത് തറവാടാണ്. തറവാട് എന്ന് വെച്ചാല് തറവാടല്ലേ, വേറൊന്നല്ല. അപ്പോ ഇവിടെ ഉമ്മയില്ല. ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ പിന്നെ വീഡിയോയിലൊന്നും അങ്ങനെ തല കാണിക്കൂല, കാരണം വരൂല. പിന്നെ അനിയനുണ്ട്, അനിയൻ അങ്ങ് എവിടെയോ പോയിന്. എന്തായാലും അവര് വരും. അപ്പൊ ഞാൻ വീട് എടുക്കാൻ വേണ്ടിട്ട് തന്നെ എറണാകുളത്ത് ഇങ്ങോട്ടേക്ക് വന്നാ. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോണം. കാരണം കുറച്ച് കാര്യങ്ങൾ അങ്ങൊന്നും കേൾക്കണ്ടേ. അപ്പോ എന്തായാലും എനക്ക് പറയാനുള്ള കാര്യങ്ങളും ഞാൻ അവിടെ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ എന്തായാലും ഞാൻ ലൈവിലും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ലൈവിന്റെ മുമ്പിലുള്ള ഷമീറിന്റെ ചാനലിലെ വ്ളോഗിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെന്ന് എല്ലാവരും കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എൻ്റെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, പക്ഷെ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം അത് വേറെ തന്നെ. ഇത് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ വീട് മാത്രം കാണിക്കാന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോ ഇന്നലെ പറഞ്ഞതിന്റെ ഒരു തെളിവ് കാണിക്കുന്നത്. കാരണം ഇത്രയും കൊല്ലം കാണാം. ഞാൻ പറഞ്ഞതന്നെ പറയുന്നില്ല. ഫസ്റ്റ് ഉള്ളിൽ പോകണോ അതോ പുറത്തു പോകണോ? ഉള്ളിൽ പോയിട്ട് അപ്പൊ ഗൈസ് നമുക്കൊന്ന് ആദ്യം തന്നെ ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് പോവാന്ന് വെച്ചാല് ഈ വീട്ടിന്റെ എത്ര സെന്റ് ഉണ്ടാവും നമുക്കറിയാം. എത്ര ഉണ്ടാവും? 10 സെന്റ് ഉണ്ടാവും. 10 സെന്റ്. 10 അല്ലേ? ഇതെന്ന് വെച്ചാൽ ഇത് ബേക്കില് മൊത്തം ഉണ്ട് കേട്ടാ. ബേക്കിൽ എന്തൊരു കൂട പോലത്തെ എന്തോ സംഭവം ഉണ്ട്. പിന്നെ ഇത് പണ്ടത്തെ തറവാടാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇങ്ങനെ ഒന്നല്ല ശരിക്കും വീട്. കാരണം ഈ ഓടൊന്നും ശരിക്കും ഇങ്ങനെയല്ല ഉണ്ടായത്. കാരണം മൊത്തം പൊട്ടിപ്പൊള്ളിട്ട് ഇതായതാണ്. അതായത് ഈ മുമ്പാകം കണ്ടോ, അതെല്ലാം ഇങ്ങനെയായ സംഭവം. ഇതെല്ലാം ഇത് കണ്ടോ, ഇതിപ്പം വന്നതാട്ടാ. ഈ കമ്പി ഇതെല്ലാം ഇപ്പം വന്നതാ. അതായത് കഴിഞ്ഞ മഴക്കോ അതിനാട്ടാണ് ഉമ്മ പഞ്ചായത്തിൽ പോയിട്ട് എന്തോ എന്താ അതിന് പറയാ, പഞ്ചായത്തിൽ എഴുതി കൊടുക്കലേ. എഴുതി കൊടുക്കല്. അപ്പൊ ആടത്തെ 50,000 റുപ്യാട്ടം കിട്ടി. ബാക്കി എന്തോ 1,00,000 റുപ്യാട്ടം ആക്കാൻ ഇതുണ്ട്. 50,000 റുപ്യ കിട്ടി. അതേപോലെ ബാക്കി 50,000 റുപ്യ ഇടുന്നു ഇതാക്കി. പിന്നെ എന്നിട്ട് ഇപ്പം കുറെ കൊടുക്കാണ്ട്, പൈസ കൊടുക്കാണ്ട്. എത്രയോ പൈസേനെ കണക്കൊന്നും അറിയില്ല, എന്തോ കൂലീന്റെ കണക്കാട്ടാ. ആ കൂലിന്റെ പൈസ എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആടെ 10,000 റുപ്യോ 5,000 റുപ്യ ഞാൻ ചോദിച്ചത്. പക്ഷെ കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ കൊറേ ഇറങ്ങിയിട്ടെല്ലാം അല്ലറ ചില്ലറ 5,000 റുപ്യ എല്ലാം 3,000 റുപ്യ എല്ലാം കിട്ടും. അത് കൊറേ 3 ദിവസം മുമ്പ് ഇറക്കണം. ഞാൻ ഇപ്പൊ വീട് കാണിക്കാം, ഞാൻ പറയുന്നില്ല. അങ്ങനെ ഇതാണ് എന്റെ ഹോം ടു. ഇത് പിന്നെ ഫാബിലാട്ടാ. ഇത് പണ്ടത്തെ ഫാനാണ്. ലൈറ്റ് ഇടണോ? ലൈറ്റ് ഇടുമ്പോ ലൈറ്റ് ഉണ്ടാ ഇല്ലേ? അപ്പൊ ഇത് ആദ്യത്തെ റൂമാട്ടാ. ഇതെന്തോ പറയാ, എന്താ ഈ റൂം എന്തോ പറയല്ല, ഓഫീസ് റൂമാ. ഓഫീസ് റൂം അങ്ങനെ എന്തോ കേട്ടാ. വീടെല്ലാം മൊത്തം പൊട്ടിപ്പോണത്. ഇതെല്ലാം പണ്ടത്തെ എന്തോ മച്ചിട്ട വീടില്ല, അങ്ങനെ എന്തോ ഇതില്ലേ, അങ്ങനത്തെ വീടാണ്. മൊത്ത തുരുമ്പും എന്താ ഇത് ചെതല ഇതെല്ലാം പിടിച്ചാണ്. ഈ റൂം എന്താ ഓഫീസ് റൂമായിട്ട് അറിയപ്പെടുന്നതാ പറയുന്നല്ല. പിന്നെ ഇത് അറിയാമല്ലേ? ഇതറിയാല്ലേ? ഞാൻ ഇവിടെ കിടക്കലേട്ടാ ഗൈസ്. ഞാൻ ഇവിടെ കിടക്കല്. കാരണം എനക്ക് ഇവിടെ കിടന്നാലും ഉറക്കം വരും. പക്ഷെ ഇവിടെ ഞാൻ കിടക്കല്. ഇവിടെ
ചിലപ്പോ ഉമ്മ കിടക്കും, അല്ലെങ്കിൽ അനിയൻ കിടക്കും. പിന്നെ അല്ലെങ്കിൽ അനിയൻ ആ റൂമിൽ കിടക്കട്ടാ. ഇത് ഇത് ഉമ്മാന്റെ റൂമാട്ടാ. ഇത് ഉമ്മാന്റെ റൂമാ. ഉമ്മാന്റെ റൂമാ. ഞാൻ പറയാൻ ഇതെല്ലാം കയറിട്ട് ഇതൊക്കെ നോക്കിയാ കണ്ട. വീടൊന്നും ശരിക്കും ഇങ്ങനെയല്ലേനും. പിന്നെ മൊത്തം ചെതലും ഇതല്ലേനും. പക്ഷെ ഇപ്പൊ കമ്പീന്റെ ഓടിട്ടോണ്ട് എന്താക്കി, ലൈറ്റ് വേണോ? കമ്പീന്റെ ഓടിട്ടോണ്ട് അപ്പൊ കുറച്ച് നിവർന്ന് നിന്നതാ. പക്ഷെ മൊത്തം കട്ടയാണ്. എപ്പ പൊട്ടിയൊന്നും അറിയില്ല. പൊട്ടിയൊന്നുമില്ല അല്ലേ, കട്ടല ഒന്നുമില്ലല്ലോ. പിന്നെ ഇത് എന്ത് റൂമേനും? ഇതേതോ റൂം, 4 റൂമെന്നല്ല, ഏതോ റൂമാണ്. ഇത് ഏതോ 4 കൂട്ടത്തിലെ റൂം അറിയില്ല. ഇതെല്ലാം മൊത്തം ചതല നോക്കടാ. ഇത് കട്ടില്ല. ഇതാരെ കട്ടിലെന്ന് നമുക്കറിയില്ല. ഇത് ഇവിടെ എന്താ കട്ടിലാണ് മൊത്തം. ഇത് അലമാര. സോറി, ഇതൊന്നും കാണിക്കണ്ടല്ലോ. ഹോം ടൂർ നടത്തി ഞാൻ എന്തായാലും അലമാരെല്ലാം കാണിക്കണം. അപ്പൊ ഇത് വേറെ റൂമാണ് കേട്ടാ. ഇവിടുന്ന് ഒന്നും ഉമ്മ നിസ്കരിക്കുന്ന അപ്പുറത്തുനിന്നാ കേട്ടാ. ഇതെല്ലാം കണ്ടാ, ഇതെല്ലാം മൊത്തം ഉള്ളേ. ഇതാണ് ഈ റൂമിലെ ഇന്റീരിയർ. എങ്ങനെയുണ്ട്? അടുത്ത ഇത് എന്തിനു പറയാ? സെൻട്രൽ. ഇത് സെന്ററാണ് കേട്ടാ. നമ്മുടെ നാട്ടിലെന്തോ തണാലിൽ അങ്ങനെ ഇത് ഇവിടെ നിന്നാണ് ഉമ്മ നിസ്കരിക്കുന്നത്. ഇവിടെ നിസ്കാരം പായുന്നുണ്ട്. ഒന്നുമില്ലേ? ഇതാണ് ഉമ്മാന്റെ നിസ്കാരമാണ്. കാരണം ഈ റൂമിൽ നിന്നെല്ലാം എങ്ങനെ നിസ്കരിക്കുന്ന ആൾക്കാരില്ല. കാരണം ഇതെല്ലാം എപ്പ പൊട്ടിയതാന്ന് അള്ളാഹ്ക്കേ അറിയും. കാരണം മൊത്തം അത്രയും ചതില് ഇതെല്ലാം പിടിച്ചിട്ടുള്ളത് ഈ വീട്ടിന്. കാരണം ഈ വീട് മൊത്തം അങ്ങ് ചതിലങ്ങ് പൊതിഞ്ഞ് ഇതായിട്ടുള്ളത്. ഇതെന്താ? ഒന്നുമില്ല. പിന്നെ ഇവിടെ കടക്കല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കടക്കും. ഉമ്മ രാത്രി ആകുമ്പോ അതാ മഴയും ഇതെല്ലാം വന്ന് ഇവിടെ കടക്കല്. ഈ മൂലക്കും ഇതെല്ലാം നോക്കണം. മൊത്തം ചതലേതാ, ചതിലും അതും. ഒന്നാമത് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. കാരണം വൃത്തിയാക്കിയാലും ഈ ചതില് എന്ന് പറഞ്ഞ സാധനം പിന്നെയും വരും. ഇതങ്ങ് മാറ്റിയാ പിന്നെ നേരെ ഓടാണ്. അപ്പൊ പാമ്പ് എന്തെങ്കിലും കേറാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ സംഭവം ഇതും മിക്കവാറും പൊട്ടിയു. അടുത്ത മയക്കാണ് പൊട്ടിയത്. കാരണം അത്രയും ഇതാണ്. ഇതെന്തോ അട്ടാണ് കേട്ടോ. ആൾക്കറിയില്ല എന്തോ അട്ടം. മച്ചാണോ? അങ്ങനെ എന്താണ്. അപ്പൊ നമ്മളെ കിച്ചണിലേക്ക് പോവാം. ഇത് പണ്ടത്തെ ഉമ്മാമാന്റെ റൂമാന്നാ പറയുന്നത്. അറിയില്ല. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഇത് റൂം, പണ്ടത്തെ റൂം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ അടുക്കളയിലും ഫ്രിഡ്ജുണ്ട്. ഇത് ഏതോ മൂത്തമ്മാന്റെ വീട്ടിന്ന് മൂത്തമ്മാന്റെ മോളാട്ടം അങ്ങ് വീട് കഴിയുമ്പോട്ടം കൊടുത്തത്. അല്ലാണ്ട് ഫ്രിഡ്ജിന് ആള് കഴിയുന്നില്ല. പിന്നെ ഇതെല്ലാം പിന്നെ പാത്രങ്ങൾ ഇതെല്ലാം. പിന്നെ ഇതെല്ലാം അടുക്കും കാര്യങ്ങളാണ്. ഇതൊന്നും കാണിച്ചതിന്റെ എല്ലാം കാണിക്കാനല്ലേ. ഇത് ഡോറാണ്. ഇതാണ് എന്റെ വീട്ടിലെ ഡോറ്. അതായത് ആർക്ക് വേണമെങ്കിലും എന്തിനെ അങ്ങ് താത്തിയിടാം. അതാണ് എന്റെ വീട്ടിലെ ഇത്. ഇത് പിന്നെ പോറാട്ടെ. നമുക്ക് എന്നാ പുറത്തു പോയാലോ? ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ളൂ. ഞാൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഉമ്മയും അനിയനും നിൽക്കുന്നത് എന്ന് വെച്ചാല് ഈ ഒരു കമ്പിയിട്ട ഓടിന്റെ ആ ഒരു ഇതിലത്തെ നിൽക്കുന്നത്. പക്ഷെ കട്ട എപ്പം ഇളകി വീഴാം. ഇളകി വീഴുന്ന ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇളകി വീഴാം. കാരണം മഴ തുടങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെ മഴ തുടങ്ങുന്നേ ഉള്ളൂ. തുടങ്ങി കഴിയാനായിട്ടൊന്നുമില്ല. അപ്പൊ ഏത് സമയത്ത് ഇതുണ്ട്. പിന്നെ ഇത് വർക്കേരി എന്ന് പറയും അല്ലെ, പണ്ടത്തെ വർക്കേരിയും. ഇത് അമ്മി, ഇങ്ങനത്തെ കാര്യങ്ങള്. പിന്നെ ബാത്റൂം 2 കക്കൂസ് ഉണ്ട്.
പണ്ടത്തെ ഇന്ത്യൻ കക്കൂസാ, അല്ലാണ്ട് യൂറോപ്പ് ഒന്നല്ല. യൂറോപ്പിലെ ഞാൻ ഇവിടുന്ന് പിന്നെ പുറത്തെല്ലാം ഇറങ്ങിയാലേ ഞാൻ യൂറോപ്പാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇന്ത്യൻ. ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ കക്കൂസാണ്. അല്ല, ഇന്ത്യൻ ആയതുകൊണ്ട് പറയുന്നല്ല, പക്ഷെ ഇന്ത്യൻ അടിപൊളിയാ. പിന്നെ ഇത് കുളിമുറിയാട്ടാ. ഇതാണ് മൈ എന്താ പറയാ, ഇതാണ് എന്റെ കുളിമുറി. പ്രീമിയം കുളിമുറിയാണ് കാണുന്നത്. ഇവിടെ മറ്റേ പണ്ട് ഇങ്ങനത്തെ സാധനം എന്താ അറിയോ, എന്താ അതിന് പറയല്ലോ, മറ്റേ ആസ്പെറ്റോസ് ആയിരുന്നു. അത് പൊള്ളി കൊണ്ടിട്ടാണ് ഈ ഒരു സാധനം ഇട്ടത്. ആസ്പെറ്റോസ് മറ്റേ സിമെന്റ് ഇല്ലേ, അതേ എന്നിട്ടാണ് ഇപ്പൊ സ്ക്രീനിൽ ഇട്ടത്. അത്ര ഈ വീടിന്റെ കാര്യം, ഞാൻ വീടിന്റെ പ്രൂഫുള്ള സാധനം കാണിച്ചാൽ മാത്രമാണ് ഞാൻ ഈ വീട് എടുക്കുന്നത്. പിന്നെന്ന് വെച്ചാല് പിന്നെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളും ഇതെല്ലാം ഉള്ളത്. നമുക്ക് പുറത്തേക്ക് വരാം അല്ലേ. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ വീട്. ഇത് എന്റെ വീടിന്റെ മുൻപാണ് കേട്ടാ. എന്റെ വീടിന്റെ പീസ് അത് ഞാൻ പറഞ്ഞു ബാത്റൂമാണ്. ഇത് ശരിക്കും എത്ര സെന്റ് ഉണ്ടാവും? 10 സെന്റ് ഉണ്ടാവും. 10 ഉണ്ടാവും തോന്നുന്നു. എനിക്ക് ഈ സെന്റിന്റെ കറക്റ്റ് പറയാനില്ല. ഇവിടെ എന്തായാലും ഒരു വീട് കാക്കാൻ പറ്റുമല്ലോ, വെക്കാൻ പറ്റൂല്ലോ. പറ്റും, സുഖമായിട്ട്. കുഴപ്പമൊന്നുമില്ലാട്ടാ, ഫയറെല്ലാം കിട്ടിയിട്ടാണ്. ഞാൻ പറയുമ്പോ മൊത്തത്തിൽ പറയണല്ലോ, അല്ലാണ്ട് പിന്നെ ഇതാണ് അലക്കല്ല കേട്ടാ. പണ്ടത്തെ അലക്കല്ല ഇത്. വാഷിംഗ് മെഷീൻ ഒന്നുമില്ല. എന്താ കണ്ണാടില്ലടാ, ഇത് കിണറാട്ടാ. എന്തോ വായിച്ചത് പണ്ടത്തെ ഇതും പണ്ടത്തെ ആൾക്കാരായോണ്ട്, അതേപോലെ പണ്ടത്തെ തറവാട് ഇതെല്ലാം ആയതുകൊണ്ട് കിണറെന്തോ വെള്ളത്തിന് കുടിക്കാനുള്ള ക്ഷാമം ഇതൊന്നുമില്ല. കാരണം അതെന്തായാലും ഉണ്ട്. കിണറ്റിന്ന് വെള്ളം വരുന്നുണ്ടെങ്കിൽ കുടിക്കും. കിണറിൽ നോക്കിയാണ്, കിണറിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഞാൻ അറിയില്ല കേട്ടാ, പിന്നെ ആമവും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് വിറകിന്റെ ഇതെല്ലാം വെക്കുന്ന സ്ഥലമാണ് കേട്ടാ. വിറകും കാര്യങ്ങളെല്ലാം വെക്കുന്ന എന്തോ കൂടിയാ എന്താ പറയാ അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനത്തെ ഇതുമാണ്. ഇതാണ് ബാക്ക് ബയ്യപ്പുറം എന്ന് പറയും. അതായത് വീട്ടിന്റെ ബാക്കാണ് ഇത്. ഇതെല്ലാം വീട്. ഇതിന്റെ മേലോട്ടെല്ലാം കേറാൻ ഏണിയിലുണ്ടായിരുന്നു, അതെല്ലാം പോയി. അനക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാല്, ഞാൻ വീടിന്റെ പ്രൂഫും കാര്യമെല്ലാം കാണിച്ചിട്ട് കുറച്ച് ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ ഞാൻ പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അതിന്റെ കൂടെ ഉണ്ടായിട്ട് എൻ്റെ വീടിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യണം ഞാൻ പറഞ്ഞത്. പക്ഷെ ഒന്ന് ഒരുതായി പെയിന്റ് പോലും അടിക്കാൻ ഇല്ലാത്ത ഇതായി. നമുക്ക് ഈ വീട് പെയിന്റെങ്കിലും അടിക്കണമെന്നുള്ളൊരു മോഹമുണ്ട്. അതിന് വരെ ഞാൻ ഇറക്കിയത് പൈസക്ക്. ഞാൻ പൈസ തരുക. കാരണം ആൾക്കാർ തോന്നിക്കുന്ന, കാരണം ആൾക്കാരെ ഇൽത്ത് പിന്നെ ഞാൻ മമ്മു ഭയങ്കര ഇതാണ്, ഭയങ്കര ഫെയിം ആയതുകൊണ്ട് മമ്മൂന്റെ ക്യാമറ ഓടിക്കുന്ന മൂപ്പർ പോലും അങ്ങനെയാ വിചാരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ മമ്മൂന്റെ വീടും മമ്മൂന്റെ ഇതും മമ്മൂന്റെ റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോ ഒന്നും ഇതല്ല, മൊത്തം ഒന്നും ഫേക്കും കാര്യമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇതാണ് എൻ്റെ റിയൽ ആയിട്ടുള്ള എൻ്റെ വീടും കാര്യങ്ങളും. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ തെളിവ് സഹിതനായി ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വേറൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്. നാളെ വ്ളോഗിലാട്ടം പറയാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഞാൻ തെളിവ് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം എന്തൊക്കെയാലും വായന്തില്ല. അപ്പം എന്തായാലും ഓക്കെ ബൈ. ഞാൻ എന്തായാലും നാളെ വരാം വീഡിയോ ആയിട്ട്. പുതിയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ബൈ.